അവസാനമായിട്ട് അനുമോളാണ് ആ ഒരു മിറർ ടോക്ക്, ആ ഒരു സെൽഫ് ടോക്കിലേക്ക് എത്തിയത്. ഷാനവാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അനുമോളെ വിളിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്, നെവിൻ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ടാസ്ക് ആണ്, തനിക്ക് ഇങ്ങനെ പറയേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ കരയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ പഠിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോൾ ആ ഒരു ഒറ്റ കാര്യത്തിൽ 100% അനുമോൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് അക്ബർ പുറത്തിറങ്ങുമ്പോൾ അക്ബർ വിചാരിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ കോളേജിൽ നമ്മൾ എവിടെയാണ് ശരി, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ്, അതുപോലെയാണ് നിങ്ങൾ ഈ ഒരു ഹൗസ് മേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അക്ബറിനെ അത്തരത്തിൽ ഈ പറയുന്ന ആരോപണത്തിൽ ഉറപ്പായിട്ടും അനുമോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷേ അനുമോൾ അത് ചെയ്തിട്ടില്ല. അനുമോളുടെ പേര് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും, അത് അനുമോളുടെ ഫാൻസ് ആകാം, വേറെ ആരുടെയെങ്കിലും ഫാൻസ് ആകാം, അനുമോളുടെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അല്ലാതെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിൽ അനുമോൾക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എന്താണ് അനുമോൾ ആ ഒരു മിറർ ടോക്കിൽ, സെൽഫ് ടോക്കിലൂടെ പറഞ്ഞത് നമുക്ക് നോക്കാം. സോ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോക്കില് ബിഗ് ബോസ് ഇടപെട്ടത് ഒരു വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. കാര്യം പറയാം, അതായത് ബിഗ് ബോസ് ഇങ്ങനെ ഓരോന്ന് എണ്ണി ചോദിക്കുമല്ലോ. അതായത് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നിട്ടില്ലേ, നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടില്ലേ, നിങ്ങൾ കരയുന്നത് മറ്റുള്ളവർ കണ്ട് പരിഹസിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ആ കരച്ചിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ, അങ്ങനെയെല്ലാം കുത്തി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സൗഹൃദത്തിന്റെ ആയാലും നൂറയെടുത്ത് പോലും ആ സൗഹൃദം, ആ ഫ്രണ്ട്ഷിപ്പിന്റെ അവസ്ഥ വന്നപ്പോഴത്തേക്കും അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ നൂറ ആതിര എന്നൊക്കെ കേൾക്കുന്ന ഉടനെ തന്നെ ഈ അനുമോളോടുള്ള സ്നേഹം കൊണ്ടിട്ടായിരിക്കാം. പക്ഷെ പെട്ടെന്ന് കയറി നൂറയെടുത്തും ആതിരയെടുത്തും ഈ പറയുന്ന ഒരു ദേഷ്യം വെക്കരുത്. കാരണം അവരുടെ ഇടയിൽ ഈ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ചുകൂടെ അടുത്തിട്ടുണ്ട്. ഇപ്പൊ തുടക്കം ഉണ്ടായിരുന്ന സമയത്തല്ല. പകരം ഒരു പേടി ഈ പറയുന്ന നൂറയ്ക്കോ ആതിരയ്ക്കും സ്വാഭാവികമായിട്ടും തോന്നത്തില്ലേ, ഈ അനുമോള് തന്നെ ട്രാപ്പ് ചെയ്യാണോ? അവർക്കും എന്തായാലും ഇതൊരു മത്സരമല്ല, ഇതൊരു കോമ്പറ്റീഷൻ, അതും ബിഗ് ബോസിൽ മത്സരിക്കുമ്പോൾ. അപ്പം നൂറയ്ക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത്, അത് പറയുന്ന ആ ഒരു മൊമെന്റിൽ നൂറ പോലും കരഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ അനുമോളും അവിടെ പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടുള്ള 25 പേര്, ഇപ്പൊ ഈ ഒരു അവസാനം വന്ന 6 പേര് അവര് വിജയിച്ചു, 25 പേരും വിജയിച്ചു. കാരണം അത് അനുമോൾക്ക് വന്നു കയറിയപ്പോ എല്ലാവരും പറഞ്ഞൊരു കാര്യം, അനുമോള് ജയിക്കാൻ വേണ്ടി ഇവരെയൊക്കെ ഉപദ്രവിച്ചതായിട്ടും അവർ ഇട്ടുകൊടുത്തു, അതായത് PR വേണ്ടി ഇട്ടുകൊടുത്തു, ഇമ്മാതിരിയൊക്കെ. ഇതൊന്നും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. അത് ഇപ്പൊ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ ഈ ഒരു മീഡിയയ്ക്ക് മുന്നിലേക്ക് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുകയാണ്. അവരൊക്കെ അനുഭവിച്ചു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അതിന്റെ പേര് അനുമോളും അതുപോലെ അനുഭവിക്കട്ടെ, അതിന്റെ ഇരട്ടി അവൾ അനുഭവിക്കട്ടെ എന്ന് പറയുന്നത് അതൊരു തരത്തിൽ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അനുമോൾ അവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ 25 പേരും സക്സസ് ആണ് ഇതുപോലൊരു വേദിയിൽ വന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ, അതായത് പൊതുവെ അനുമോള് എല്ലായിടത്തും ഇരുന്ന് പറയുന്ന കുറെ അധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് അനുമോളുടെ ഒരു തനി സ്വഭാവം അല്ലെങ്കിൽ ഒരു ഇന്നേറ്റ് ആയിട്ട് കിട്ടിയ ഒരു കഴിവായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അതായത് ഓൾവേസ് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര പ്രാരാബ്ധമാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളുണ്ട്. അങ്ങനെ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം അത് ശീലിച്ചു പോയതാണ്. ഒരു സമയത്ത് ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് പലരും എനിക്ക് അത് സമ്പാദിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, സമ്പാദിച്ച് അവർ കുറച്ചൊക്കെ ഒരു സ്റ്റേബിൾ ഫാമിലി ആവുമ്പോഴും ഈ ഒരു സംസാര ശൈലി ഒന്നും മാറ്റത്തില്ല. അതുപോലെ പക്ഷെ ഇവിടെ ഈ ഒരു മിറർ ടോക്ക് വന്ന സമയത്ത് അനുമോൾ ഇത്തരത്തിലുള്ള ഒരു കോൺവെർസേഷൻസും ഇല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയും അങ്ങനെയായിരുന്നു. ബിഗ് ബോസിലേക്ക് വന്ന് ഇതിനകത്തും താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെയല്ലേ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതായത് അത്രയും അഭിമാനം അനുമോൾക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതും ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടാണ്. കാരണം അനുമോൾക്ക് അറിയത്തില്ല പുറത്ത് പ്രൗഡ് ആകാനുള്ളതൊക്കെ ഉണ്ടോ ഇല്ലയോ. എല്ലാവരും വന്ന് ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച 2 വ്യക്തികളാണ്. ഒന്ന് ഈ പറയുന്ന അനുമോള്, പിന്നെ അക്ബർ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിരിക്കുകയാണ്. പുറത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാത്ത ഒരു പേടിയുണ്ട്. പുറത്തിറങ്ങുമ്പോൾ അക്ബർ ദയവ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് അക്ബറിന് നെഗറ്റീവേ ഫീൽ ചെയ്യത്തോളം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അക്ബറിനും സൈബർ ബുള്ളിങ് അക്ബറിന്റെ ഫാമിലിക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. പുറമേ നമുക്കത് അത്രയും എഫക്റ്റീവ് നമുക്കറിയാൻ കഴിയത്തില്ല. അവരുടെ ഡയറക്റ്റ് മെസ്സേജിലൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ എങ്കിലും ഈ നിങ്ങളുടെ കൂടെ മത്സരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന വ്യക്തി അല്ല അതിന് കാരണം, പുറത്തുള്ളവർ തന്നെയാണ് അതിന് കാരണം എന്ന് ചിന്തിക്കുക. അപ്പം ഈ പറയുന്ന അനുമോൾ എഗെയിൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് എനിക്ക് തോന്നിയൊരു കാര്യം, ബിഗ് ബോസിന്റെ അടുത്ത് അനുമോൾ വീണ്ടും
കരഞ്ഞുകൊണ്ട് തന്നെ നിന്നിട്ട് മതി എനിക്ക് ഇവിടുന്ന് പോകണം എന്നുള്ളൊരു രീതിയിൽ ബിഗ് ബോസ് എന്നിങ്ങനെ എടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയൂ അനുമോൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബിഗ് ബോസ് പറയിപ്പിക്കുകയാണ് അനുമോളെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുകയാണ്. അങ്ങനെ വീണ്ടും അനുമോള് വീണ്ടും കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ട് എന്നുവെച്ചാൽ അനുമോൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. മുമ്പൊക്കെ ആണെങ്കിലും പിന്നെയും ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞു ഒരു എക്സ്റ്റെൻഡ് ലെവലിലേക്കൊക്കെ പോകും. പക്ഷെ ഇതിപ്പം സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് വീണ്ടും പറയിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടാമത് വീണ്ടും പറയിപ്പിച്ചപ്പോൾ വീണ്ടും പറയുകയാണ്, ദൈവസത്യം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ ഇവിടെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അത് ആ ഒരു പുറത്തെ കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അനുമോള് പറയുന്നത്. എനിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ, ഞാൻ ഉറപ്പായിട്ടും ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ദൈവസത്യം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുകയാണ്. എന്നിട്ട് അവസാനം ബിഗ് ബോസിനോട് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു ബിഗ് ബോസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ളതിൽ ഇപ്പം അനീഷ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരായാലും, അനീഷ ആണെങ്കിൽ പിന്നെ ബിഗ് ബോസ് പറഞ്ഞത് എല്ലാം പറഞ്ഞു, നിർത്തിക്കോ, ഒരു മിനിറ്റും കൂടി ഇനി ഉള്ളു, പൊക്കോ എന്ന് പറഞ്ഞിട്ടാണ് അനീഷിനെ പറഞ്ഞു വിട്ടത്. പക്ഷെ ഇവിടെ അനുമോളടുത്ത് എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് അനുമോളുടെ അങ്ങ് വളരെ ലാസ്റ്റ് ആക്കി. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് എക്സ്പെക്ട് ചെയ്തത് അനുമോൾ കുറെ കൂടെ കരഞ്ഞ് കുറെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഒന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് ആ ഒരു ലാസ്റ്റ് വീക്കിൽ അനുമോൾ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളെ വെച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ പറയുന്ന ആ ഒരു സ്ട്രഗിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് എടുത്തു പറയാൻ തോന്നിയ കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന വന്ന് ഇത്രയും പേര് ജയിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഉപദ്രവിക്കല്ലേ എന്നുള്ള രീതിയിലേക്കാണ് അനുമോള് മാറുന്നത്. അനുമോൾ എന്നിട്ട് ഇന്ന് അല്ലാതെ ഒരു ഹൗസിൽ നിന്ന് പറയുമ്പോഴും പറയുന്നുണ്ട്, ഇപ്പം വിൻ ചെയ്യുന്നത് അനീഷേട്ടൻ ആയിക്കോട്ടെ, എന്നാലും നെവിൻ ആയിരിക്കും കൂടുതൽ ഇനാഗുറേഷൻസ് കിട്ടുന്നത് എന്നൊരു കോൺസെപ്റ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം അനുമോളുടെ മനസ്സിൽ ഇപ്പോൾ അനുമോള് വിന്നൊന്നും ചെയ്യില്ല, എന്തായാലും ടോപ്പ് 5 വരുമായിരിക്കും, അനീഷ ആയിരിക്കും വിൻ ചെയ്യുക എന്നുള്ളൊരു തോന്നലിലേക്ക് അനുമോള് വന്നിട്ടുണ്ട്. പിന്നെ അനുമോള് ഈ പറയുന്ന ഒരു മിറർ ടോക്കിന് ശേഷം ആക്ടിവിറ്റി റൂമിൽ നിന്ന് ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ നെവിൻ ഓൾറെഡി കഴിഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട്, നൂറ അവിടെ അടുത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നൂറ ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് അനുമോളോടും സംസാരിക്കുന്നുണ്ട്. അവർക്കങ്ങനെ സംസാരിക്കാതിരിക്കാൻ കഴിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവർ പുറത്തിറങ്ങിയതിനു ശേഷം ആദില, നൂറ, അനുമോൾ ഇവർ 3 പേരും വീണ്ടും മിണ്ടാൻ സാധ്യതയുണ്ട്. ശൈത്യയുടെ കാര്യം അറിയത്തില്ല, കാരണം ശൈത്യക്ക് വേറൊരു തരത്തിൽ നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ശൈത്യ കാരണം സത്യം പറഞ്ഞാൽ ആദിലയും നൂറയും ഔട്ടായിട്ടുണ്ട്. നൂറ ഇതുവരെ ഒന്നും അറിയത്തില്ല. ഏതായാലും ശരി, ആദില ഔട്ടായതിന്റെ പിന്നില് ശൈത്യയാണ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാനേ കഴിയത്തുള്ളൂ. പക്ഷെ ഇവര് 3 പേരുടെ ഇടയിൽ ഒരു നല്ല ഒരു കോംബോ ഉണ്ടായിരുന്നു. നമ്മൾ അവസാനം കുറെ എൻജോയ് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ 3 പേരുടെയും ഫ്രണ്ട്ഷിപ്പ്. അപ്പം ഈ അനുമോൾ അവിടെ ചെന്നിട്ട് കരയരുതെന്നൊക്കെ ഞാൻ കരുതി പോയതാ, കുറെ പഠിച്ചിട്ടൊക്കെ പോയതാ, എന്നിട്ടും പറ്റിയില്ല എന്ന് അനുമോള് പറയുന്നതിന് നൂറ മറുപടി പറയുന്നുണ്ട് നെവിന്റെ അടുത്തെന്നുള്ള രീതിയിൽ. അവിടെ ചെന്ന് ആരും കരഞ്ഞു പോകും, എത്ര പഠിച്ചിട്ട് പോയാലും എത്ര കാണാപ്പാടം പഠിച്ചാലും അവിടെ ചെന്നാൽ ഒന്നും ഓർമ്മ കിട്ടത്തില്ല എന്നൊക്കെ നൂറ അനുമോളടുത്ത് സംസാരിക്കണം എന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ നൂറ അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ മുഖത്ത് നോക്കി അനുമോളോട് സംസാരിക്കാൻ നൂറ താല്പര്യപ്പെടുന്നില്ല. പിന്നെ നൂറയ്ക്ക് ഓൾമോസ്റ്റ് പേടിയായി. ആദില പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അനുമോൾക്കെതിരെ സംസാരിച്ച് ആദില ഔട്ടായി, ആദില എവിക്റ്റായി. നൂറ എപ്പോഴും ഓൾവേസ് അത് യൂഷ്വൽ ഒരു ആഗ്രഹമാണ്, ആദിലയും തൻ്റെ കൂടെ ഇവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ആദില നൂറ അവർ ഒന്നിച്ചിവിടെ ഉണ്ടാകണം എന്ന് 2 പേരും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ശരി, ആ ഒരു ടാസ്ക് എല്ലാവരുടെ അടുത്തുനിന്നും കഴിഞ്ഞു. ഇനി എവിക്ഷൻ ആണ് ലൈവിൽ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും എവിക്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും കുറേ അധികം പ്രഡിക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിട്ട് വരാം, ബൈ.